ഹായ് ഫ്രണ്ട്സ്, റീസ്റ്റോറേഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടി നമ്മൾ അടുത്തുള്ള ആക്രിക്കടയിൽ പോയി നോക്കിയപ്പോൾ നമുക്ക് കിട്ടിയതാണ് ഈ വാൾ ക്ലോക്ക്. അജന്തയുടെ ക്ലോക്ക് ആയിരുന്നു. നമ്മുടെ കിട്ടുമ്പോൾ ഇതേ അവസ്ഥയിലായിരുന്നു, നിറയെ പൊടിയും ചെളിയുമായിട്ട്. കണ്ടിട്ട് കുറച്ച് പഴക്കമുള്ളതായിട്ട് തോന്നുന്നുണ്ട്. അതിൽ നമുക്ക് ഇതിന്റെ സ്ക്രൂ എല്ലാം അഴിച്ചു മാറ്റാം. ഈ വീഡിയോ ഇഷ്ടമായിരിക്കും നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക, ഒരു ലൈക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിത് ബാറ്ററി കിട്ടുന്നത് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം, വർക്ക് ചെയ്യുന്നുണ്ടോന്ന്. ഇല്ല, വർക്ക് ചെയ്യുന്നില്ല. മൂവ്മെന്റ് ഒന്ന് അഴിച്ചു നോക്കാം. വീലെല്ലാം അഴിച്ചു മാറ്റുവാണ്. വീലൊക്കെ അഴിക്കുമ്പോൾ പ്രത്യേകം സൂക്ഷിക്കണം. അധികം ബലം പ്രയോഗിച്ച് അഴിച്ചാൽ അതൊക്കെ പൊട്ടിപ്പോകും. നമുക്ക് അതിന്റെ ബോഡിയെല്ലാം ഒന്ന് കഴുകിയെടുക്കുക. നിറയെ പൊടിയും ചെളിയുമാണ്. നല്ലപോലെ ബ്രഷ് വെച്ച് ക്ലീൻ ചെയ്യണം. ഇതിന്റെ ക്രിസ്റ്റൽ ഓക്സിലേറ്റർ എന്താ പൊട്ടിക്കിടക്കുമായിരുന്നു, അതാ ക്ലോക്ക് വർക്ക് ചെയ്യാത്തത്. ഇനി നമുക്ക് വേറെ ക്രിസ്റ്റൽ ഓക്സിലേറ്റർ നമുക്ക് ചേഞ്ച് ആക്കി കിട്ടണം. വേറെ ഒരെണ്ണം എൻ്റെ കയ്യിലുണ്ട്, അത് നമുക്ക് ഇടാം. ഇത് കൊറോഷൻ വന്നിട്ടാണ് ഈ ക്രിസ്റ്റൽ ഓക്സിലേറ്റർ ദ്രവിച്ച്, അതിന്റെ ലെഗ് ദ്രവിച്ച് അതിനകത്ത് വീണ് കിടന്നത്. ഈ ബോർഡിൽ കാണുന്ന ഒരു ഐ സി ഉണ്ട്, ഒരു ഫാബ്രിക്കേറ്റ് ചെയ്തത്, ഓട്ടത്തിന്റെ ഫാബ്രിക്കേറ്റ് ചെയ്ത ഒരു ഐ സി ആണ്. അതിനെ കോബ് ഐ സി എന്നാണ് വിളിക്കുന്നത്. ആ ഐ സിയിലേക്കുള്ള ഫ്രീക്വൻസി ജനറേറ്റ് ചെയ്യുന്നതാണ് ഈ ക്രിസ്റ്റൽ ഓക്സിലേറ്ററിന്റെ ധർമ്മം. കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഫ്രീക്വൻസി ക്രിസ്റ്റൽ ഓക്സിലേറ്റർ ഐ സിക്ക് കൊടുക്കും. ഞാൻ ഐ സി വർക്ക് ചെയ്യുന്നത്. പുതിയ ക്രിസ്റ്റൽ ഓക്സിലേറ്റർ സോൾഡർ പിടിപ്പിക്കാം. വളരെ ശ്രദ്ധാപൂർവ്വം സോൾഡർ ചെയ്യണം, അല്ലെ ലെഗ് പൊട്ടിപ്പോകാൻ പാടില്ല.
വളരെ തിന്നായിട്ടുള്ള ലെഗാണ് ക്രിസ്റ്റൽ ഓക്സിലേറ്ററിന്റെ. ഇനി അഴിച്ചു വെച്ച ഭാഗങ്ങളെല്ലാം തിരിച്ച് സെറ്റ് ചെയ്യാം. മൂവ്മെന്റിന്റെ വീലുകളെല്ലാം സെറ്റ് ചെയ്യുമ്പോൾ ബെൻഡാകാനും പാടില്ല, ഒടിയാനും പൊട്ടാനും പാടില്ല. വളരെ ശ്രദ്ധാപൂർവം സെറ്റ് ചെയ്യണം. അതിലെ ഗിയറിന്റെ ടീത്തൊന്നും പൊട്ടിപ്പോകരുത്. ഇതിന്റെ മാഗ്നറ്റിക് വീലൊക്കെ യഥാസ്ഥാനത്ത് തന്നെ പിടിപ്പിക്കണം. അതാണ് മാഗ്നറ്റിക് വീല്. ട്വീസർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ്. ഈ മൂവ്മെന്റിന്റെ കവർ നമുക്ക് അടയ്ക്കാം. അങ്ങനെ മൂവ്മെന്റ് സെറ്റായി. നമുക്കതിന്റെ ചുറ്റിനും കുറച്ച് ചെളി ഇരിപ്പുണ്ട്. നമുക്ക് ക്ലീനിങ് ലിക്വിഡ് വെച്ചിട്ട് ക്ലീൻ ചെയ്യാം. ഇതിന്റെ ഡെയിലി നമുക്ക് വെള്ളം ഒഴിച്ച് കഴുകാൻ പറ്റത്തില്ല, കാരണം സ്റ്റിക്കറാണ്, അതെല്ലാം പൊളിഞ്ഞു പോകും, അതിന്റെ ഗമ്മെല്ലാം പോകും. അതുകൊണ്ടാണ് നമ്മൾ ക്ലീനിങ് ലിക്വിഡ് വെച്ചിട്ട് ക്ലീൻ ചെയ്യുന്നത്. നല്ല വൃത്തിയായി, നല്ല പുതിയതുപോലെയായി. ഈ ക്ലീനിങ് ലിക്വിഡ് നല്ല ഉപകാരപ്രദമായ ഒരു സാധനമാണ്. എന്ത് പൊടിയും ചെളിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ക്ലീൻ ആകും, പുതിയതുപോലെ ആകും. ഇനി നമുക്ക് അതിന്റെ മൂവ്മെന്റ് തിരിച്ച് സെറ്റ് ചെയ്യാം. ട്വീസർ വെച്ചിട്ട് തിരിച്ചാണ് ടൈറ്റ് ആക്കുന്നത്. ഇത് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധ വേണം, അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഒന്നും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യണം. അതിന്റെ ഇടയിലെല്ലാം പൊടി വല്ലതും ഉണ്ടെങ്കിൽ അതെല്ലാം പോട്ടെന്ന് ഓർക്കേണ്ട ഇടയ്ക്കെല്ലാം ക്ലീൻ ചെയ്യുന്നത്. നമുക്ക് അതിന്റെ സൂചിയെല്ലാം തിരിച്ച് സെറ്റ് ചെയ്യാം. സൂചിക്ക് വളരെ ശ്രദ്ധ വേണം അതെല്ലാം തിരിച്ച് സെറ്റ് ചെയ്യുമ്പോൾ. ബെൻഡായി പോകാൻ പാടില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് ബാറ്ററി ഇട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, വർക്ക് ആകുമോന്ന്. ഓക്കെ, വർക്കായി. സ്വീപ്പ് മൂവ്മെന്റ് ആയിട്ടാണ് ഇതിങ്ങനെ സൂചി ഒഴുകി പോകുന്നത് തോന്നുന്നു. നമുക്ക് കണ്ടില്ലേ? ഡയലെല്ലാം നല്ല വൃത്തിയായി, പുതിയതുപോലെയായി. അതിൽ നമുക്ക് അതിന്റെ ബോഡി പാർട്സ് എല്ലാം തിരിച്ച് സെറ്റ് ചെയ്യാം. ചില്ലെടുത്ത് വെക്കാം. ഇതിന് കംപ്ലൈന്റ് വന്ന ക്രിസ്റ്റൽ ഓക്സിലേറ്റർ കൊറോഷൻ വന്നിട്ട് പൊട്ടിപ്പോയി, ലെഗ് പൊട്ടിപ്പോയി. അതാണ് അതിന്റെ കംപ്ലൈന്റ് വന്നത്. വേറെ ക്രിസ്റ്റൽ ഓക്സിലേറ്റർ നമുക്ക് സെറ്റ് ചെയ്തു.
അപ്പോൾ സംഭവം ഓക്കെ ആയി. ഈ ഒരു കംപ്ലൈന്റിനാണ് ഈ ക്ലോക്ക് ഉപേക്ഷിച്ചത്. അപ്പോൾ ഫ്രണ്ട്സ്, ചാനൽ ഇഷ്ടമായിരിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.